وعلى الذين من قبلكم لعلكم تتقون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, പ്രിയ രക്ഷിതാക്കളെ, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒന്നാമത്തെ റമദാനിൽ നോമ്പ് നിൽക്കുവാനും ഇൽമിയായ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നിവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളിലൊരു പുതിയവനാണ്. ആളുകളുടെ വേഷമോ ഭാഷയോ സംസാരമോ കോലമോ ഒന്നുമല്ല പ്രാധാന്യം. എന്ത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത്, ഖുർആനും സുന്നത്തുമാണോ? ഇൽമിയായ വിഷയങ്ങളിൽ ആളെ നോക്കിയോ വേഷം നോക്കിയോ അല്ല നമ്മളൊന്നും തീരുമാനിക്കാറുള്ളത്. അവർ പറയുന്നത് എന്ത് എന്ന അടിസ്ഥാനത്തിലാണ്. ആ നിലയ്ക്ക് തന്നെ പറയുന്ന കാര്യങ്ങൾ തൊണ്ട വിഴുങ്ങാതെ സ്വീകരിക്കണമെന്ന അർത്ഥമില്ല. പരിശോധിക്കാനും ഖുർആനും ഹദീസിനും എതിരായ വല്ലതുമുണ്ടെങ്കിൽ സൂചിപ്പിക്കുവാനും ഒരു പഠന രൂപത്തിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് വിഷയാസ്പദമായ വിഷയങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് റമദാനുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കേണ്ട ചില വിഷയങ്ങൾ നമ്മുടെ തലയിലുള്ള കുറച്ച് ബോധത്തിലുള്ള ഹദീസുകളും ആയത്തുകളുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട് സൂറത്ത് ബഖറയിൽ 3 ആയത്തുകളാണ് റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകൾ വളരെ കുറച്ചുള്ളൂ. ഇതെല്ലാം റമദാനിൽ കേൾക്കുന്നവരാണ്, പഠിക്കുന്നവരുമാണ്, ഹിഫ്ളുള്ളവരുമാണ് എൻ്റെ വീട്ടിൽ. ഇതൊന്നും അറിയാത്തവരാണെന്നുള്ള പോയത്തമോ അബദ്ധമോ എനിക്കില്ല. ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവരും എൻ്റെ മുന്നിൽ ഇരിക്കണം. ഇതിന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. റമദാന് എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്രന്ഥം പരിചയപ്പെട്ടു. ഇബ്നു ജൗസിയുടെ ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം റമദാനുമായി വിശദീകരിക്കുന്ന ഒരു സൂചന നൽകുന്നു. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോ സഹോദരങ്ങൾ പോലെയാണ്. അദ്ദേഹം ഉപമിക്കുന്ന മുഴുവൻ അങ്ങനെ. യൂസുഫ് നബിയുമായി റമദാൻ മാസത്തിന് നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തെ ഒന്നാമത് വിശദീകരിക്കുന്നു. 12 മാസമാണ് മൊത്തത്തിലുള്ളത്. ഇതേ രൂപത്തിൽ ഒന്ന് യൂസുഫ് നബിയും ബാക്കി 11 സഹോദരന്മാരും. ഈ യൂസുഫ് നബിയും 11 സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബാക്കി 11 സഹോദരങ്ങളും കൂട്ടിക്കൊണ്ടുപോയി ഒരു അബദ്ധം ചെയ്യുന്നുണ്ട്. ഒട്ടക്കണ്ടിൽ കൊണ്ടുപോയി ഇടുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മുഴുവൻ ചെയ്തിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പുറത്തു കൊടുത്തു എന്നതാണ്. ഇതേ രൂപത്തിൽ 11 മാസത്തിൽ നമ്മൾ ചെയ്ത തോന്നിവാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾക്കുമെല്ലാം പരിഹാരമാണ് 12ാമത്തെ മാസമായ റമദാൻ മാസമെന്നും അതേ രൂപത്തിൽ തന്നെ പട്ടിണി കിടന്ന കാലഘട്ടമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരന്മാർ അവർ വളരെ പട്ടിണിയായിരുന്നു. എന്നാൽ മിസ്ർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഭിക്ഷമായ ഭക്ഷണത്തിലും സുഖസൗകര്യത്തോടുകൂടി ജീവിക്കാൻ ഇവരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് സമ്മാനങ്ങളുമായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടിണി കിടന്ന സഹോദരന്മാർക്ക് സൗഖ്യം നൽകുകയും ശാന്തി നൽകുകയും സമാധാനം നൽകുകയും അവർ കൊടുത്തു തന്നെ അവർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. ഇതേ രൂപത്തിൽ റമദാൻ മാസം ബാക്കിയുള്ള 11 മാസത്തിലുള്ള നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാനുള്ള മാർഗമാണ് 12ാമത്തെ മാസമായ റമദാൻ മാസം എന്നതാണ്. അപ്പം അങ്ങനെയാണ് യൂസുഫ് നബിയും 11 സഹോദരങ്ങളുമായി ബന്ധം. 11 മക്കൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടാതെ യാക്കൂബ് നബിക്കുണ്ട്. എന്നാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കാരണം യൂസുഫ് എന്ന പ്രവാചകനെ നഷ്ടപ്പെട്ടതുകൊണ്ട്, സ്വന്തം മകനായ യൂസുഫ് നബിയെ കാണാനുള്ളത് കൊണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണ് വെള്ളയായി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. 11 മക്കൾ കൂടെയുണ്ട്. ഒരു കണ്ണിന്റെ വെള്ള തിരിച്ചു കിട്ടിയിട്ടില്ല, കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല.
പിന്നീടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കണ്ടുമുട്ടുകയും ഇത് യൂസുഫാണ് തന്റെ സഹോദരമാണെന്ന് പറയുകയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുപ്പായത്തിന്റെ മണം ലഭിച്ചപ്പോഴേക്കും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണ് കാഴ്ച തിരിച്ചു ലഭിച്ചു എന്ന. അപ്പൊ 11 മക്കളുണ്ടായിട്ടും കാഴ്ച തിരിച്ചു ലഭിച്ചിട്ടില്ല. ഈ 11 മാസത്തിൽ നമുക്ക് ചില കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇതുവരെ 11 മാസത്തിൽ വലിയ തെക്കുവയും സൂക്ഷ്മത ബോധമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഈ ഒരു മാസം, റമദാൻ മാസം എന്നുള്ളത് സൂക്ഷ്മതയുടെയും തെക്കുവയുടെയും എല്ലാത്തിനും പരിവർത്തനത്തിന്റെ ഒരു മാസമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ണ് തിരിച്ചത് കിട്ടിയതുപോലെ നമുക്കും ചില കാഴ്ചപ്പാടുകൾ തിരിച്ചറിയാനുള്ള മാസമാണ് റമദാൻ മാസമാണ്. ഇബ്നു ജൗസി തന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളാണ് ഞാൻ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് എല്ലാവർക്കും അറിയുന്ന ആയത് സൂറത്തുൽ ബഖറയിലെ അള്ളാഹു പറയുന്ന വിശ്വാസികളെ വിളിച്ച ആമനു, ആ ആമനുവിൽ തന്നെ പല അർത്ഥങ്ങളുണ്ട്. ആദ്യമായി എന്നെ മുസ്ലിമാക്കിയത്, ആദ്യമായി എന്നെ മുക്മിനാക്കിയത് നാട്ടുകാരല്ല നീ മുക്മിനാണെന്ന് പറഞ്ഞത്, എന്റെ ഉമ്മയും ഉപ്പയും അല്ല നീ മുസ്ലിമാണെന്ന് പറഞ്ഞത്. അള്ളാഹുവാണ് എന്നെ ആദ്യമായി മുക്മിൻ എന്ന് വിളിക്കുന്നത്. അള്ളാഹുവാണ് എന്നെ മുസ്ലിം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മുഅ്മിനാണോ, വിശ്വാസികളാണോ എങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. എങ്ങനെ മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്ന് വിവരിക്കുമ്പോൾ മുന്നുള്ള സമൂഹങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിലും പല ഭൗതിക വിശ്വാസത്തിന്റെ ആരാധന ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നോമ്പുണ്ട്. അവിടെയാണ് ഖുർആൻ പറയുന്നത് നോമ്പ് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചതാ, ഞാൻ പ്രവാചകന്മാർ മുഖേന നിലനിർത്തിയതാണ് നോമ്പ് എന്നുള്ളത്. ആ നോമ്പ് പ്രവാചകന്മാരുടെ സമൂഹം പല വിഭാഗങ്ങളായി വിഘടിതമായി പറന്നു പോയപ്പോൾ ആ സമൂഹത്തിലെ വിഘടിതമായി പോയ ആളുകൾ പിന്നീട് കടത്തിക്കൂട്ടി കൊണ്ടുവന്നതാണ് മറ്റു മതങ്ങളിലെല്ലാം. നോമ്പ് എന്നത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് ബഹുദൈവ വിശ്വാസികൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, അവർ ചെയ്യുന്ന പുണ്യമായി നൽകുന്ന, പുണ്യമായി കാണുന്ന എല്ലാ കാര്യങ്ങളും അത് അള്ളാഹു പഠിപ്പിച്ചതല്ല, അത് ശൈത്താൻ പഠിപ്പിച്ചതാണ്. ഉദാഹരണത്തിന് മെല്ലെ പറയാലോ, ഈ മണിയടിക്കലും ചെമ്പരത്തി എറിയലും ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഇതെല്ലാം അള്ളാഹു പഠിപ്പിച്ചത്, എന്തൊക്കെ ശൈത്താൻ ചെയ്യിപ്പിച്ചതാണ്, ശൈത്താൻ പഠിപ്പിച്ചത്. എന്നാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അത് പുതിയതായി കണ്ടുപിടിച്ചതല്ല, ഞാനാണ് മനുഷ്യർക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് മറ്റുള്ള സമൂഹത്തിൽ നോയമ്പെന്നും പല രൂപത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അത് അള്ളാഹു പഠിപ്പിച്ചത്. അങ്ങനെ നോമ്പ് നോക്കുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ മുൻകഴിഞ്ഞ് പോയ ആളുകൾ നോമ്പ് നോക്കുന്നത് കൊണ്ട് നിങ്ങളും നോമ്പ് നോക്കുക എന്ന ആഹ്വാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. എന്തിനാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവും. തഖ്വയുള്ളവർ നോമ്പ് നോക്കുന്നു പറഞ്ഞിട്ടില്ല, തെക്കുവയുള്ളവരെ നോമ്പ് നിൽക്കും, അങ്ങനെയില്ല. തെക്കുവയുള്ളവരെ നമസ്കരിക്കും, അങ്ങനെയില്ല. ഇന്നലെ കൊലപാതകം, അഫാന്റെ കൊലപാതകം നമ്മൾ വായിച്ചവരാ. 5 പേരെ വെട്ടിക്കൊണ്ട ഒരുത്തൻ പള്ളിയിൽ പോകുന്നവനായിരുന്നു. അവൻ നമസ്കരിക്കുന്നവരെന്ന് അയൽവാസിയുടെ മൊഴിയുണ്ട്. അയൽവാസി പറയുന്നതെന്താ? 5 വക്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന ഒരുത്തൻ 5 ആളെ വെട്ടിക്കുന്നത്. പിന്നെ എവിടെയാണ് തെക്കുവയുടെ അർത്ഥമുള്ളത്? തെക്കുവയുള്ളവൻ നോമ്പ് നോക്കുമെന്നല്ല, തെക്കുവയുള്ളവൻ നമസ്കരിക്കുമെന്നല്ല, തെക്കുവയുള്ള സക്കാത്ത് ചെയ്യുമെന്നല്ല. ഈ നോമ്പിലൂടെയും സക്കാത്തിലൂടെ നമസ്കാരത്തിൽ അവൻ തഖ്വയുള്ളവനായി മാറും. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീകളാവാനുള്ള മാർഗമാണ് നോമ്പ് നോൽക്കുക. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ്. അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ടത് അള്ളാഹുവാണ് ആദ്യം നമ്മെ മുസ്ലിം എന്ന് വിളിച്ചത്, മുഅ്മിൻ എന്ന് വിളിച്ചത്. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്, ഞാൻ പഠിപ്പിച്ചൊരു സംഗതിയാണ് നോമ്പ്. അത് മനുഷ്യർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണെന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്നത്. അയ്യാമൻ മഅദൂദാത്ത്, വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളുള്ളത്. ആ ദിവസവും ഇതിന്റെ പ്രതിഫലമില്ല, വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളുള്ളത്. അവൻകാന നീക്കും മരീതൻ അലാ സഫരി, നിങ്ങൾ രോഗിയോ യാത്രക്കാരോ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു ദിവസത്തിൽ ഒരു നോമ്പ് നോറ്റു കിട്ടിയാൽ മതി. മാത്രമല്ല രോഗികളാണെങ്കിലോ പലലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, വളരെ രോഗമൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർ ഫിദിയ നൽകിയാൽ മതി. നോമ്പ് നോക്കാൻ പറ്റാത്ത ആളുകൾ ഫിദിയ നൽകിയാൽ മതി. ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം, അവിടെ ഇളവുകൾ നൽകുന്നു ഇസ്ലാം. അള്ളാഹുവിനെ അറിയാം, മനുഷ്യൻ ജോലി ചെയ്യുന്നവരാണ്, കഠിനാധ്വാനിയാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്. വീട്ടിലോ പള്ളിയിലോ മാത്രം ചടഞ്ഞുകൂടി ഇരിക്കുന്നവനല്ല വിശ്വാസി. അവനിങ്ങനെ പരക്കെ നടക്കുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്. ആ അധ്വാനത്തിന്റെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയത്. ഇവന്റെ അധ്വാനത്തിന് വേണ്ടി, ഇവന്റെ മഈശത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഓടുന്നവനാണ്, അധ്വാനിക്കുന്ന പുറമെ വെയിൽ കൊള്ളുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ യാത്ര പോകേണ്ടി വരും. സ്വാഭാവികമായി യാത്രകളിൽ രോഗം വരാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ രോഗിയായി കഴിയേണ്ടി വരും.
ഇതൊക്കെ മനുഷ്യന് സഹജമാണെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പ്രയാസമാണോ ബുദ്ധിമുട്ടാണോ, നിങ്ങൾ മറ്റൊരു ദിവസത്തിൽ നോമ്പ് നോറ്റി കൂട്ടിയാൽ മതി. അതായത് റമദാനിൽ തന്നെ നിങ്ങൾ കഠിനാധ്വാനത്തോട് കൂടിയിട്ട് നിങ്ങൾ രോഗമാണെങ്കിലും ആ നോമ്പ് അന്ന് തന്നെ നോറ്റി വിട്ടണമെന്നും ഇസ്ലാം ഒരു കുടിശ്ശിത അനുഭവിക്കുന്നില്ല. അവിടെയാണ് എളുപ്പം എന്ന് പറയുന്നത്. ഇപ്പൊ നമസ്കാരത്തിന്റെ വിഷയമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പല ആളുകളും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇളവ് ചുറ്റുപാടുകൾ ഇങ്ങനെ നോക്കിയിട്ട് ചില ഇളവുകൾ അള്ളാഹു നൽകുമ്പോൾ ഒരു യാത്ര പുറപ്പെടുന്നു. രാവിലെ സുബഹിക്ക് പുറപ്പെടുക, ഇശാവും കഴിഞ്ഞ് പാതിരാക്ക വീട്ടിലെത്തുക. ഈ മനുഷ്യ എപ്പോഴാണ് ളുഹർ നിസ്കരിക്കുന്നത്, മനുഷ്യനെപ്പോഴാണ് അസ്ർ നിസ്കരിക്കുന്നത്? ഈ യാത്രകൾ നമസ്കരിക്കുക. ട്രെയിനുള്ള യാത്രയാണ്, ബസ്സിലുള്ള ദീർഘമായ യാത്ര. അവന് വെള്ളമില്ല എന്നാ, വെള്ളമില്ല, ഈ ബസ്സിലുള്ള യാത്ര ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് സാവധാനം ളുഹർ മുതൽ ഇശാവ് വരെയുള്ള നമസ്കാരം മുഴുവൻ നമസ്കരിക്കുന്നു. ഇതേതാ ദീന്? അവിടെയല്ല ഇളവ്. ളുഹർ അസ്റിന്റെ സമയമായി കഴിഞ്ഞാൽ അവൻ സീറ്റിലാണ് ഇരിക്കുന്നത്, സീറ്റിൽ അടിക്കുന്ന തയമ ചെയ്ത് നമസ്കരിക്കുക. നിനക്ക് ഒന്നിനും പറ്റില്ല, നിനക്ക് എടുക്കുകയാണ്. രോഗി ഒന്നിനും പറ്റില്ല, നിന്റെ കൈ ഇങ്ങനെ ചെറുതായിട്ട് അനക്കാനേ പറ്റുള്ളൂ. അവിടെ നീ അടുക്ക്, നീ മനസ്സുകൊണ്ട് തേമം ചെയ്യും. ഒന്നും പറ്റാത്ത ആളുകൾ പിന്നെ എന്ത് ചെയ്യും? അവിടെയാണ് ഇളവ്. നീ നമസ്കാരം ഒഴിവാക്കരുത്. ഏത് നിമിഷത്തിലായ നമസ്കാരം ഒഴിവാക്കാതെ ഇളവുകൾ സ്വീകരിക്കാം. എന്നാൽ ഇളവുകൾ സ്വീകരിക്കുമ്പോഴോ മനുഷ്യന് വസ്വാസ് വരും. അങ്ങനെ സ്വീകരിച്ചത് ശരിയാവുമോ? ഇങ്ങനെ പറഞ്ഞു ട്രെയിനിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നത് നമ്മൾ ഇവിടെ നിസ്കരിച്ചാൽ ശരിയാവോ? അത് വസ്വാസാണ്. വസ്വാസ് ശൈത്താന്റെ പണിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇളവുകൾ, ആ ഇളവുകൾ സ്വീകരിക്കുക. യാത്ര പോകുന്ന സമയത്ത് പ്രയാസമാണോ ബുദ്ധിമുട്ടാണോ നോമ്പ് ഒഴിവാക്കിയേക്ക്. ആ ഇളവുകൾ സ്വീകരിക്കാതിരിക്കുന്ന മുത്തഖീങ്ങളാണെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബകളുമായി ഇങ്ങനെ പോകുന്ന സമയത്ത് ചില ആളുകൾ യാത്രയിൽ ബോധം കെട്ടുപോകണം. ആ യാത്രയിൽ ബോധം കെട്ടുപോകണം അവർ നോമ്പുകാരാണ് പറയുന്നത്. സമയം അസർ കഴിഞ്ഞിരിക്കണം. അസർ കഴിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും നോമ്പൊക്കെ മുറിച്ചാൽ. എല്ലാവരും നോമ്പ് മുറിക്കുന്നത് റസൂലിന് നോമ്പ് മുറിച്ചു, ബാക്കിയുള്ളവരൊക്കെ നോമ്പ് മുറിച്ചു. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്തില്ല, തഖ്വയുടെ കുറച്ച് ആധിക്യമെന്ന് അവർ തെറ്റിദ്ധരിച്ച ആളുകൾ എന്ത് ചെയ്തു, അവർ നോമ്പ് പൂർത്തിയാക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ബോധം കിട്ടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് പ്രശ്നം? അവർ റസൂലുള്ളാഹി വീണ്ടും ഒരു നോമ്പെടുക്കാൻ ശ്രമിച്ചതാ. റസൂലുള്ളാഹി പറഞ്ഞു, അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് ഉഷാറെന്നല്ല, അവർ അതിക്രമം പ്രവർത്തിച്ചാണ്. അതിക്രമം പ്രവർത്തിച്ചാണ്, ധിക്കാരമാണ് അവർ ചെയ്തതെന്ന. അപ്പൊ അത് തഖ്വയല്ല. അപ്പൊ പ്രയാസം വരുന്നത് മനുഷ്യനെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യാം. നോമ്പ് നോക്കിയിട്ട് ഒരാൾ വെയിലത്ത് ഇങ്ങനെ നിൽക്കാം. മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങിയാൽ കുറച്ച് കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് കൊണ്ടിട്ട് വെയിലത്ത് ഇങ്ങനെ നിൽക്കാം. അതൊരു പോയത്താണ്. അങ്ങനെ ഇസ്ലാമിൽ വളരെ എളുപ്പമാണ്, സഹിലാണ്. ചൂടുള്ള കാലഘട്ടമാണ്. ഇടക്കിടക്ക് കുളിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുകൾ കുളിക്കാറുണ്ട്. നനഞ്ഞ് തോർത്തുള്ളിട്ട് അവരിങ്ങനെ നടക്കുക. ഇടക്കിടക്ക് ശരീരം ഇങ്ങനെ നനക്കും. അത് സുഖത്തിന് ഒരു ആശ്വാസത്തിന് ലഭിക്കുന്നതാണ്. അപ്പൊ ഇളവുകൾ എന്തുണ്ടോ ആ ഇളവുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. റസൂലുള്ളാഹിക്ക് അതാണ് ഇഷ്ടം. ശറഈ ആയ സുന്നത്തും കൂടി വിശദീകരിക്കാതെ വിവാഹമോചനമുള്ളത് ശറഈൽ അനുവദിക്കപ്പെട്ടതും അനുവദിച്ചത് ഏറ്റവും വെറുക്കപ്പെട്ടതുമാണ് വിവാഹമോചനം. ത്വലാഖ് എന്ന് പറഞ്ഞാൽ ഈ ത്വലാഖ് ചെയ്തുപെട്ട ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും ഒരു സ്ത്രീയെ പോറ്റണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശറഈലുള്ളതല്ല. എന്നാൽ വിവാഹത്തിലെ ത്വലാഖ് സംഭവിക്കുന്നു, വിവാഹമോചനം സംഭവിക്കുന്നു. ഇദ്ദയുടെ കാലഘട്ടത്തിൽ കൃത്യമായ ഭക്ഷണവും വസ്ത്രവും സുഖസുഖകരമായ രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് ഏത് മനുഷ്യനാണോ ത്വലാഖ് ചെയ്തത് അവൻ നൽകണം. അത് കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ മറ്റൊരു വിവാഹം ചെയ്യുന്നത് വരെ ആ സ്ത്രീക്ക് ചിലവ് കൊടുക്കണമെന്നും നഷ്ടപരിഹാര ലക്ഷ്യങ്ങളോട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ശറഈലുള്ളതല്ല, ദീനിലുള്ളതല്ല. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ ദിവസം 100-500 രൂപക്ക് സ്വന്തം കൂലിപ്പണി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, വിവാഹം കഴിച്ചു. സുന്ദരമായി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് കുറെ ബുദ്ധിമുട്ട് വന്നത്. പരമാവധി പരിശ്രമിച്ചു നോക്കി, പക്ഷെ ഒരു നിലക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല. വിവാഹം മുന്നോട്ട് പോകുന്നില്ല. അദ്ദേഹം ത്വലാഖിന്റെ വഴിക്കെത്തി, വിവാഹമോചനത്തിന്റെ സമയത്തെത്തി. അദ്ദേഹം വിവാഹമോചനം ചെയ്തു. അദ്ദേഹം എഴുതിയിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തു. പിന്നീട് ഈ മനുഷ്യന് നഷ്ടപരിഹാരം നൽകണം, 4 ലക്ഷം നൽകണം എന്ന് പറഞ്ഞാൽ ദിവസം 500-100 ജീവിക്കുന്ന ഈ മനുഷ്യൻ എവിടുന്ന് ലക്ഷങ്ങൾ എടുത്തു കൊടുക്കൂ? ഇന്ന് ഇന്ത്യയിലുള്ള അനുബന്ധമുണ്ട്, എന്ന് വിധിയുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പെട്ടു, ഇയാൾ കൊണ്ടുപോയി ജയിലിൽ അല്ലെങ്കിൽ പൈസ കൊടുക്കണമെന്നാണ്. ആ പൈസ നമുക്ക് കിട്ടും. ഈ പൈസ മുഴുവൻ നാളെ റബ്ബിന്റെ പരലോകത്ത് കൊണ്ടുവരും. ലക്ഷക്കണക്കിന് പൈസ മുഴുവൻ ഈ മനുഷ്യനെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ദീനിൽ ശറഈൽ എന്താണുള്ളത് അത് മാത്രം സ്വീകരിക്കുക. അത് ഇളവാണെങ്കിൽ ആ ഇളവ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ സ്ത്രീകളുണ്ടല്ലോ, നമ്മളെ വിഷയം കേൾക്കുന്നവരില്ലേ, സ്ത്രീകളുണ്ടാവുമല്ലോ. ഇന്ന് സ്ത്രീകളുടെ ഇളവിന്റെ ഒരു വശമാണ് നോമ്പ് നോൽക്കാതിരിക്കണം. അവർ നോമ്പ് നോൽക്കേണ്ട, മറ്റൊരു ദിവസത്തിൽ നോമ്പ് നോറ്റാൽ മതി. ആരാ അള്ളാഹുവാണ് പറഞ്ഞത്? ആരാണ് അവരോട് പറഞ്ഞത്? അള്ളാഹുവാണ് പറഞ്ഞത്. നമസ്കരിക്കുന്ന സമയത്ത് അവർ മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ ഒരു പീരീഡിന്റെ സമയത്ത് അവർ നമസ്കരിക്കണ്ട, നോമ്പ് നോൽക്കേണ്ട. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. എന്നാൽ കൂലി ഉപയോഗിച്ചുകൊണ്ട്, കൂലി ഉദ്ദേശിച്ചുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു? മരുന്ന് കുടിക്കുന്നു. അവിടെ പീരീഡ്, അവിടെ മെൻസസിന്റെ ഡേറ്റ് മാറ്റാൻ വേണ്ടി മരുന്ന് കുടിക്കുന്നു. ഈ മരുന്ന് കുടിക്കുന്നതിന്റെ ശാസ്ത്രീയമായ വശമൊന്ന് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ
വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പരീക്ഷണങ്ങൾ കാണിക്കുന്നത്. ആ സ്ത്രീയുടെ ശരീരത്തെ കൊല്ലലാണെന്ന. കാരണം അള്ളാഹു നിയമിച്ച പ്രകൃതിയാണത്, പ്രകൃതി നിയമമാണ്. ഒരു മാസത്തിൽ ഒരു ബീജത്തെ സ്വീകരിക്കാൻ സ്ത്രീ ഒരു ഗർഭം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അത് സ്വീകരിക്കുന്നതിന് അത് രക്തം ഒലിച്ചു പോകണം. ഇത് മാറ്റിവെക്കുന്നു മാസങ്ങളോളം. റമദാൻ വരുമ്പോൾ നീട്ടിവെക്കുന്നു, പ്രോഗ്രാം വരുമ്പോൾ നീട്ടിവെക്കുന്നു. ശരീരത്തിനോട് ചെയ്യുന്ന കൊലപാതകമാണത്. ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞ് നിങ്ങൾ നോമ്പ് നോൽക്കണ്ട, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പള്ളിയിൽ വരാൻ, നമസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ഇത്തികാഫിരിക്കാൻ പൂതിയുണ്ട്, ആ മനസ്സിൽ പൂതി ഉണ്ടെങ്കിൽ അള്ളാഹു കൂലി നൽകുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ശരീരത്തെ അങ്ങനെ കൊല്ലണത്? നമ്മുടെ നാടുകളിൽ നടക്കുന്ന പ്രശ്നമാണിത്. അതുകൊണ്ട് ശരീരത്തെ പ്രകൃതിക്ക് വിരോധമായ രൂപത്തിൽ അള്ളാഹു നിശ്ചയിച്ച സംവിധാനത്തെ എതിർക്കുക. അള്ള പറഞ്ഞു അങ്ങനെ ആഴ്ചയിൽ നോമ്പ് നോക്കണം, പറ്റുന്നിട്ട് നോമ്പ് നോക്കാൻ പറ്റൂ. അവിടെയാണ് ഇളവ്. ഇന്ന് ഇളവുകൾക്ക് ആൾക്കൊരു പുച്ഛമാണ്. ഇളവ് സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. ഇളവ് സ്വീകരിക്കാതിരുന്നാൽ അതൊരു വസ്വാസത സ്വീകരിക്കും, അതെങ്ങനെ ശരിയാവും എന്ന രീതിയിലേക്ക് എത്തുന്നു. അവിടെയാണ് ഇളവ് സ്വീകരിക്കലാണ് തഖ്വ എന്ന് നാം മനസ്സിലാക്കുക. ഇളവ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കടന്ന് പോകേണ്ടത്. അതുകൊണ്ട് ഈ നോമ്പുകാര സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ വീട്ടുകാരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു വല്ലാത്തൊരു വശം തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഗർഭിണികളായ സ്ത്രീകളുണ്ടാവും. ഗർഭിണികളായ സ്ത്രീകൾ, അതേപോലെ തന്നെ വൃദ്ധന്മാരായിട്ടുള്ള വളരെ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ ചില ആളുകൾക്ക് വർഷത്തിൽ ഒരു കൊല്ലം ഗർഭിണിയായി, പിറ്റത്തെ വർഷം 2 വർഷം മുലയൂട്ടി, പിന്നെ ഗർഭിണിയാവും, പിന്നെ മുലയൂട്ടി, പിന്നെ ഗർഭിണിയാവും, പിന്നെ മുല, ഇങ്ങനെയൊക്കെ വരാം. എല്ലായ്പ്പോഴും അല്ല, ചില സാഹചര്യങ്ങൾക്ക് അങ്ങനെ വരാം. ഈ ഒരു സ്ത്രീ 4, 5, 6 കൊല്ലത്തൊക്കെ നോമ്പ് ഒറ്റയടിക്ക് നോറ്റ് കൂട്ടാണ്ടാവും. അത് അള്ളാഹുവിനുള്ള ഹക്കാണ്. നോറ്റ് കൂട്ടാൻ വേണം. നോറ്റ് വീട്ടാൻ ഒരിക്കലും സാധ്യമല്ല എന്ന ദിശയിലേക്ക് എത്തുമ്പോൾ മാത്രമാണല്ലോ ഈ ഫിദിയ നൽകലുള്ളൂ. പരമാവധി എന്താണ്? സുമുഖേറുലക്കും, നിങ്ങൾ നോമ്പ് നോറ്റ് വീട്ടലാണ് ഉത്തമം. ഇപ്പോൾ രോഗികൾ, ഡയാലിസിസിന് പോകുന്ന രോഗികൾ, ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി? ഫിദിയ നൽകിയാൽ മതി. പിന്നീട് മക്കളോ മറ്റുള്ളവരും നോമ്പ് നോറ്റ് വീട്ടേണ്ട അവസ്ഥയാണ്. ഫിദിയ നോമ്പും രണ്ടും കൂടി മിക്സ് ആവുന്ന സംഗതിയില്ല, ഏതെങ്കിലും ഒന്നും ഉണ്ടാവുള്ളൂ. അപ്പൊ 6, 7, 8 കൊല്ലത്തിൽ നോമ്പ് ഒരു സ്ത്രീ നോറ്റ് വീട്ടാണ്ടാവും. ഈ സ്ത്രീ നോറ്റ് വീട്ടേണ്ട കടമയാണ്. ഈ 6 വർഷത്തിന്റെയോ 10 വർഷത്തിന്റെയോ നോമ്പ് ഒരു സ്ത്രീ നോറ്റ് കൂട്ടുന്ന ഇടയ്ക്കുമ്പോൾ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുമായുള്ള ഹക്ക് അത് പൂർത്തീകരിക്കാനാണ് മരണപ്പെടുക. അപ്പൊ അത് തന്റെ ശരീരത്തിന് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഡോക്ടർമാരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു ഇളവുണ്ട്. ഈ സ്ത്രീക്ക് 8 കൊല്ലത്തെ 9 കൊല്ലത്തെ നോമ്പ് നോറ്റ് കൂട്ടേണ്ടതില്ല. പറ്റുന്നത് പരമാവധി നോറ്റ് കൂട്ടാം, ബാക്കിയുള്ളത് ഫിദിയ നൽകാം. അപ്പൊ ഇങ്ങനെയുള്ള ഇളവുകളെല്ലാം നാം സ്വീകരിക്കേണ്ടതാണ്. ഞാൻ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഇനി അഹ്കാമുകളുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീട് സാഹചര്യവും സന്ദർഭവും പോലെ നമുക്ക് വിശദീകരിക്കാം. വളരെ കുറഞ്ഞ സമയമല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ 3 കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. 3 കാര്യമാണ് റമദാനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നുള്ളൂ. 3 ആയത്തുകളേ ഉള്ളൂ. ആ 3 ആയത്തുകൾ 3 കാര്യമാണ്. ഒന്ന് നമ്മൾ ഓതി വെച്ച ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാവാൻ. രണ്ടാമത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. 3 വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അവിടെ പ്രാർത്ഥനയുമാണ്. അപ്പോൾ ഒന്നാമത്തെ വശമുള്ളത് തഖ്വ എന്ന വശം. ആ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. ആ തഖ്വ എങ്ങനെ തീരുമാനിക്കുക? ഒരു സംഗതി, സാധനം, ഈ മൈക്ക് കേട് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് പ്രശ്നം? വയറിങ്ങിനാണോ പ്രശ്നം, അതേ മൈക്കയുടെ പ്രശ്നമാണ്? എവിടെയാണ് പ്രശ്നം? അത് കണ്ടാലേ ചികിത്സിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കാലുവേദനയ്ക്ക് ആരും തലവേദനയുടെ ഡോക്ടറെ കാണിക്കാറില്ലല്ലോ. ഇതേ രൂപത്തിൽ എവിടെയാണ് രോഗമെന്ന് കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയാണ് രോഗം, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് പരിഹാരം? റമദാൻ നമ്മളെ കൊണ്ട് ഓടും, നമ്മളെ കൊണ്ട് റമദാൻ പായും. കഴിഞ്ഞ പ്രാവശ്യം റമദാൻ വന്നു. റമദാനിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന് പട്ടിണി കിടക്കുന്നു, രണ്ടാമത്തെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നു. അതിനപ്പുറം എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ആലോചന അവിടെ അത്യാവശ്യമാണ്. അവിടെയാണ് അവനവന്റെ പോരായ്മ. ഒരു മനുഷ്യനെ തഖ്വ തീരുമാനിക്കാൻ ഞാനില്ല. നിങ്ങൾ ആരും തഖ്വ തീരുമാനിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ തഖ്വ, എന്റെ തഖ്വ തീരുമാനിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. തഖ്വ എന്നത് അവനവൻ തീരുമാനിക്കേണ്ടതാ. ഞാൻ എന്റെ കുടുംബ ജീവിതത്തിൽ സുരക്ഷിതമായി ജീവിക്കുന്നവനാ, കുടുംബ ബന്ധം പുലർത്തുന്നവനാ. അപ്പൊ അതിലെനിക്ക് തഖ്വയുണ്ട്. പക്ഷെ എന്റെ സാമ്പത്തിക മേഖല നോക്കുമ്പോൾ അത്ര ശരിയാവും. എന്റെ ഇടപാട് അത്ര ശരിയല്ല. കടം കൊടുത്തവനെ കിട്ടുന്നില്ല. പൈസയുമായി ഇടപാടിൽ ഞാൻ വളരെ മോശം. അപ്പൊ എന്റെ തഖ്വ എവിടെയാണ് പോരായ്മ കണ്ടെത്തുന്നത്? എന്റെ രോഗം സാമ്പത്തിക ഇടപാടില്ല. അത് ഇപ്രാവശ്യത്തെ റമദാനിൽ ഞാനത് സൂക്ഷിക്കും. അത് തഖ്വ ഞാൻ സ്വീകരിക്കും. എന്റെ ഇണയുമായുള്ള ഇടപാടുകളിൽ, ഇണയുമായുള്ള ജീവിതത്തിൽ അവിടെ ഞാൻ പോരായ്മ,
ഞാൻ നികത്തും. എന്റെ മക്കളുമായിട്ടുള്ള പോരായ്മയാണ്, അവിടെ നികത്തും. എവിടെയാണോ എനിക്ക് ഇബാദത്തിന്റെ മേഖലയിൽ തീരെ ഒരു ശ്രദ്ധയില്ലാതെയും ലാഘവുമാണോ, ഇപ്രാവശ്യം ഞാൻ അത് പരിഹരിക്കും. അവിടെയാണ് നമ്മൾ തെക്കുമായി. ഞാൻ ഇൽമിന്റെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ഒന്നും വായിക്കാനും ശ്രമിക്കുന്നില്ല, ഒരു തഫ്സീറും വായിക്കില്ല, ഖുർആനും ഓതൂല. എങ്കിൽ ഞാൻ തീരുമാനിക്കേണ്ടത് എന്റെ പോരായ്മ, എനിക്ക് തെക്കവ നഷ്ടപ്പെടുന്ന മേഖല. ഖുർആൻ പാരായണം എന്റെ ജീവിതത്തിൽ ഇല്ല, അർത്ഥസഹിതം വായിക്കുന്നതില്ല, പരിഭാഷയില്ല, എന്നിട്ടല്ലേ തഫ്സീർ തന്നെ. ഇപ്രാവശ്യം ഞാൻ തീരുമാനിക്കുന്നു എന്റെ തെക്കുവക്ക് പോരായ്മ ഇവിടെയാണ്, ഞാനത് പരിഹരിക്കും. അങ്ങനെ അവനവന്റെ തെക്കുവ, അവനവന് എവിടെയാണോ പ്രശ്നം അത് അവൻ പരിഹരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അവനവന്റെ തെക്കുവ അവന്റെ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന ദിശയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എളുപ്പമാവുമെന്ന. അതുകൊണ്ട് തെക്കുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ തീരുമാനിക്കേണ്ടതാണ്. എല്ലാ മേഖലയിലും എവിടെയാണ് പ്രശ്നം എന്നുള്ളത് അവനവൻ നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ സ്വയമാണ് പരിശ്രമിക്കുന്നത്. തെക്കുവയുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാല്ലാ പിന്നീട് വിശാലമായി സൂചിപ്പിക്കാം. പക്ഷെ ഈ തെക്കുവ വരാൻ നമുക്ക് തെക്കുവ വരുന്നില്ലെങ്കിൽ, അങ്ങനെ ചിന്താഗതി വരുന്നില്ലെങ്കിൽ, സൂക്ഷ്മതാ ബോധം വരുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. ഒന്നുകൂടി അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അവിടെ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, അല്ലാഹു എനിക്ക് സന്മാർഗം നൽകണമേ. വത്തുഖ, എനിക്ക് സൂക്ഷ്മത നൽകണേ. എന്താണ് ആ സൂക്ഷ്മത ബോധം, എന്താണ് ആ തഖ്വ ബോധം? ഞാൻ പറയുന്ന ഈ വാക്ക് അത് എന്റെ റബ്ബിന് ഇഷ്ടമാണോ? ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനം ഇത് എന്റെ റബ്ബിന് ഇഷ്ടമാണോ? ഞാൻ ഈ കാണുന്നത് ഇത് റബ്ബിന് ഇഷ്ടമാണോ? അവിടെയാണ് നമ്മൾ നികത്തേണ്ടത്. ഈ മൊബൈൽ ഫോണിൽ എന്റെ തഖ്വ എവിടെ നിൽക്കുന്നു? എന്റെ മെസ്സേജുകൾ, എന്റെ വിരലുകൾ ചൂടുന്നതും ഞാൻ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളും റബ്ബിന് ഇഷ്ടപ്പെട്ട അക്ഷരമാണോ? ഞാൻ പോകുന്ന സൈറ്റുകൾ അള്ളാഹുവിന് ഇഷ്ടമാണോ? ഇവിടെ കുറച്ച് ചെറുപ്പക്കാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ വിഷയം കൂടുതൽ സഞ്ചരിക്കുന്നത്. എന്റെ ഈ കണ്ണിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഞാൻ കാണാറുള്ളൂ. എന്റെ ഈ കണ്ണിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. എന്റെ വിരലുകൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള സൈറ്റിലേക്ക് പ്രവേശിക്കാറുള്ളൂ. എന്റെ കണ്ണിന്റെ പോരായ്മ, ഞാൻ പോൺ സൈറ്റ് കാണുന്നവനാണെങ്കിൽ, ഞാൻ അത്തരം മ്ലേച്ഛമായ ചാറ്റുകൾ ചെയ്യുന്നവനാണെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ ഈ മേഖലയിൽ ശ്രദ്ധിക്കും. അവിടെയാണ് നമ്മൾ തഖ്വ വേണ്ടത്. ആ ഭാഗത്ത് ഞാനില്ല, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത സംഗതിയാണ് ഞാനില്ല. ഞാൻ മനസ്സിലാക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനില്ല. ആര് കാണൂല? അലം യഅലം ബിഅന്ന അല്ലാഹ യറ. എല്ലായ്പ്പോഴും നാട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ശരിയാണ്. വാപ്പിമീൻ കൂടെ ഉണ്ടാവില്ല, ശരിയാണ്. ഖത്തീബ് കൂടെ ഉണ്ടാവില്ല, അധ്യാപകർ കൂടെ ഉണ്ടാവില്ല, ആരും കൂടെ ഉണ്ടാവില്ല, ഒരു മനുഷ്യന് കൂടെ ഉണ്ടാവില്ല. എല്ലാ തോന്നിവാസങ്ങളുള്ള അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് നമുക്കുള്ള പരിഹാരം. അലം യഅലം ബിഅന്ന അല്ലാഹ യറ. വാപ്പ കാണുന്നില്ല, ഓൺലൈനിൽ പോയിക്കണ്. ഉമ്മ കാണുന്നില്ല, ഓരൊക്കെ ഓൺലൈനിൽ പോയിക്കണ്. ആരും അറിയില്ല. ഞാനും എൻ്റെ നെറ്റ് മാത്രം. എനിക്കെന്ത് ഹിസ്റ്ററി ക്ലീൻ ചെയ്യാം, എനിക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ആരും അറിയാതെ ഞാൻ പകലിൽ കുട്ടപ്പനായി വെള്ളക്കുപ്പായിട്ടിട്ട് ഞാൻ നടക്കും ചെയ്യും. ആളുകളുടെ ഞാൻ മാന്യനാന്ന് വിചാരിച്ച്. പക്ഷെ അള്ളാഹു അലം യഅലം ബിഅന്ന അല്ലാഹ, അള്ളാഹ് എല്ലാം കാണുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയാണ് നമ്മൾ തഖ്വയിലേക്ക് നയിക്കുന്നത്. എവിടെയാണ് നമുക്ക് പോരായ്മയുള്ളത്, ആ പോരായ്മ നികത്താൻ നാം ആണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ, അള്ളാഹു എനിക്ക് തഖ്വ നൽകണേ. വല്ല റഫാഫ, തിന്മകൾ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനോ പറയാനുള്ളൊരു ആവശ്യം, ഒരു മനസ്ഥിതി നീ എനിക്ക് നൽകണമേ. വല്ല ഗീന, ഐശ്വര്യം നൽകണേ. ഐശ്വര്യം നൽകുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് സമ്പത്തുള്ള ആളുകളുണ്ട്, ആരോഗ്യമുള്ള ആളുകളുണ്ട്. ഈ സമ്പത്തും ആരോഗ്യമുള്ള ആളുകൾക്ക് തന്നെ ചില പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും സമ്പത്തുള്ള ഒരു മനുഷ്യന് ഡോക്ടർ എഴുതി കൊടുക്കുന്ന ചീട്ടിൽ ഇന്ന ഭക്ഷണം ഒഴിവാക്കണം. നമ്മുടെ നാട്ടിലില്ലേ വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന ആളുകൾ. കോഴിക്കോട് ജില്ലയിൽ എൻ്റെ സുഹൃത്തിൻ്റെ പരിചയത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറ്റുള്ളൂ സ്ത്രീക്ക്. 25 വയസ്സാണ് ആ സ്ത്രീക്ക്, 2 മക്കളുണ്ട്. 2 ഗ്ലാസ് വെള്ളമേ ഒരു ദിവസം കുടിക്കാൻ സാധിക്കുകയുള്ളൂ. 3ാമതൊരു ഗ്ലാസ് കുടിച്ചാൽ രോഗിയ, അവർ ഐസിയിൽ കയറ്റണോ? 2 ഗ്ലാസ് വെള്ളം മാത്രം ഒരു ദിവസം കുടിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു കുറവില്ല. ഭക്ഷണത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം നാം പറഞ്ഞാൽ നമ്മുടെ തീന്മേശയിലേക്ക് എത്തും. പക്ഷെ ഡോക്ടർ പറയുന്നു ഇന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, ജീവിതത്തിൽ ശരീരത്തിന് കേടാ. അവിടെയാണ് ഉള്ളതിൽ റൈന നൽകണം, ബർക്കത്ത് നൽകണം. അള്ളാഹു ഉള്ളതിൽ ഐശ്വര്യം നൽകണം. ഉണ്ടായിട്ട് കാര്യമില്ല. വാഹനങ്ങൾ എത്ര ആളുകളുണ്ട്, ഓടിക്കാൻ വയ്ക്കൂല. വാഹനങ്ങൾ ആളുകൾ, അത് വാഹനത്തിൽ കയറാൻ സാധിക്കൂല, അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ. അവിടെയാണ് റീന നൽകണം. റബ്ബേ ഉള്ളത് കുറച്ചാണെങ്കിൽ ബർക്കത്ത് നൽകണേ. വീട് ചെറുത്താണെങ്കിലും അതിലൊരു സമാധാനം ശാന്തി ഉണ്ടായ പിന്നെന്താ വേണ്ടത്? ഉള്ളതിൽ അള്ളാഹു ബർക്കത്ത് നൽകണം. മക്കളുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും, ഇണയുണ്ട്. ഇണയിൽ ബർക്കത്തില്ലെങ്കിൽ വീട്ടിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് വീട്ടിൽ എൻ്റെ ഇണയിൽ എനിക്ക് ഐശ്വര്യം നൽകണം. എൻ്റെ മക്കളുണ്ട്,
മക്കൾ വാപ്പ അങ്ങോട്ട് വിളിച്ചാൽ പോടാന്ന് പറയുന്ന മക്കളാണെങ്കിലോ ആ വാപ്പക്ക് ഒരു സമാധാനം ഉണ്ടാവുമോ? ആ വാപ്പാക്ക് എത്ര കണ്ണുനീര്, ആ വാപ്പ എത്ര കണ്ണുനീര് കുടിക്കേണ്ടി വരും. എന്റെ മക്കൾ എനിക്ക് ഹീനം നൽകണേ, ഐശ്വര്യം നൽകണേ, ബർക്കത്ത് നൽകണേ. സമ്പത്ത് ഉണ്ടായിരുന്ന കാര്യമില്ല, ഇതൊക്കെ എവിടുക്കാൻ പോകണമെന്ന് അറിയുന്നില്ല, ഒക്കെ മ്ലാച്ചതയൊക്കെ ഒന്നും ഉപകരിക്കണില്ല, ആവശ്യമുള്ള നിറവില്ല, ഫുള്ള് കടത്തിന്റെ പുറത്താണ്. അത് ഉള്ളതിൽ ബർക്കത്ത് നൽകുക, ഉള്ളതിൽ ഐശ്വര്യം നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു നൽകുന്നതാണ്. അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫഅഫ വൽ ഗിന എന്ന പ്രാർത്ഥനയുടെ അള്ളാഹു സുബ്ഹാനഹു നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു വശം എന്നുള്ളത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്നിട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ റമദാനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഒരു ദിവസം 3-4 ക്ലാസ്സുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ തൊണ്ടക്ക് മുഴുവൻ ട്രൈ ചെയ്തു, ഒന്നും വയ്യാത്തൊരവസ്ഥ. പിന്നെ ചെറിയൊരു വലിയൊക്കെ വന്നു. ഇന്നലെ ഡോക്ടറിനൊക്കെ പോയി മരുന്നൊക്കെ വിളിച്ചൊക്കെ സെറ്റായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്രമാത്രം സംസാരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പ്രധാന തൗഫീഖ് കൊണ്ട് ഇതുവരെ പ്രശ്നം ചെയ്യാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നലെ നല്ല വലിയായിരുന്നു, ഒരു നിലക്കും ഒരു സംസാരിക്കാനൊന്നും പറ്റാതെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുണ്ട്. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ശ്വാസം കൊണ്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ശ്വാസം അല്ലെങ്കിൽ ഒരു അലർജിയുമായി ബന്ധപ്പെട്ട തണുപ്പിൻ്റെ ഒരു ആദ്യമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ റെക്കോർഡ് ചെയ്യുന്നത് പകുതി അവസാനത്തിൽ സംസാരിക്കാൻ വയ്യാതെ നിർത്തി നടക്കുമ്പോൾ കൊലപാതകമായി ബന്ധപ്പെട്ട താമരശ്ശേരി നടന്നില്ല, അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ MSM ഒരു വീഡിയോ ചെയ്യണ്ടേ. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിങ്ങനെ കൂടാൻ തുടങ്ങി. അവിടെ നിന്ന് നിർത്തിയിട്ട് പോകുന്നത്. അപ്പോൾ ആ നിലക്കാണ് ഞാനൊന്ന് നിർത്തിയത്. കാരണം ശാരീരികമായിട്ട് ഒരാഴ്ചയായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും അതൊന്നൊരു ഇളവായിട്ട് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഉൾപ്പെടുത്തണം. അള്ളാൻ്റെ ദീന് പറയുമ്പോൾ എല്ലാ നിലക്കും അങ്ങനെയൊക്കെ തന്നെ സഹായങ്ങളുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി, ഞാൻ 3-4 കാര്യം കൂടി സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. സമയം എന്താവുമെന്ന് അറിയില്ല, നമുക്ക് കുറച്ചുകൂടി നേരം കൂടി സംസാരിക്കാം. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി പറയുന്നത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് ഖുർആൻ പാരായണത്തിന് പ്രതിഫലമുണ്ട്. പാരായണം നടന്നുകൊണ്ടേയിരിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസലുൽ മുഅ്മിനി ലദീ യഖ്റഉൽ ഖുർആന കമസലി ഉതുവജ. ഒരു മനുഷ്യൻ ഖുർആൻ ഓതുന്നവനാണ്. ആ ഖുർആൻ ഓതുന്നവന്റെ ഉപമ, മുഅ്മിനായ ഖുർആൻ ഓതുന്നവന്റെ ഉപമ ഉത്തുവഞ്ച പോലെയാണ്. അവൻ മധുര നാരങ്ങ പോലെയാണ്. എന്ത് സുഗന്ധമായിരിക്കും അവന്റെ അരികിലൊക്കെ. അവനെ വായിൽ വെച്ചാൽ നല്ല മധുരമായിരിക്കും. അവൻ ഖുർആൻ ഓതുന്ന ഒരാളെ കുറിച്ച്, മുപ്പിനെ കുറിച്ച് പറയുന്നു, അവന്റെ വായു നല്ല സുഗന്ധമായിരിക്കും. സുഗന്ധ നിയമമായ കാര്യങ്ങളെ അവന്റെ വായിൽ വരികയുള്ളൂ. അവന്റെ അരികിലുള്ളവർക്കൊക്കെ എന്ത് സുഗന്ധമായിരിക്കും. വളരെ നല്ല രൂപത്തിലുള്ള സുഗന്ധവും നല്ല മധുരവുമായിരിക്കും അവന്റെ ജീവിതം എന്നുള്ളതാണ്. മസലുൽ മുഅ്മിനി ലദീ ലാ യഖ്റഉൽ ഖുർആന കമസലി തംറ. ഒരുത്തൻ വിശ്വാസിയാണ്, പക്ഷെ ഖുർആനൊന്നും ഇല്ലാണ്ട്. വിശ്വാസിയാണ്, ഖുർആനൊന്നും അവന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ തംറ പോലെ, കാരക്ക പോലെയാണ്. ആ കാരില്ല അതിന് പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വായിൽ വെച്ച് കഴിഞ്ഞാൽ മധുരമായിരിക്കും. അങ്ങനെ കുറച്ച് ആളുകളാണ്. അവൻ വിശ്വാസിയാണ്, ഖുർആൻ ഓതൂല. അതുകൊണ്ട് തന്നെ അവന് കാരക്ക പോലെയാണ്, മധുരം ഉണ്ടാവും പക്ഷെ വാസനൊന്നും ഉണ്ടാവില്ല. നല്ല മസലുൽ മുനാഫിഖ് ലദീ യഖ്റഉൽ ഖുർആന കമസലി റൈഹാന. ഒരുത്തൻ കപടനം, തനി കപടനം. കപട വിശ്വാസി എന്ന് പറഞ്ഞ ആൾ നമസ്കരിക്കാത്തവരെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ കപടന്മാരുണ്ട്, കപടവിശ്വാസികളായ മുനാഫിഖീങ്ങളുണ്ട്. ഈ മുനാഫിഖീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഫസ്റ്റ് സഫിൽ ജമാഅത്തിന് വരുന്ന റസൂലുള്ളാഹി കടന്നു. അവർ കപടന്മാർ, ചില കപടന്മാർ അങ്ങനെ വിശ്വാസം ഉള്ളിലുണ്ടാവില്ല, പുറമക്ക് നല്ല ഈമാന പറയുന്ന നടക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും കേട്ടോ പറയുന്നത്. ഈ മുനാഫിഖീങ്ങളായ ചില ആളുകൾ, ഈ മുനാഫിഖിന്റെ പ്രത്യേകത അവൻ ഖുർആൻ ഓതാത്തവനാണ്. ഖുർആൻ ഓതാത്ത മുനാഫിഖീങ്ങളായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ റൈഹാന പോലെ പുറമക്ക് നല്ല വാസന ഉണ്ടാവും. തുളസി എന്നാണ്, തുളസി പോലെയാണ് അവൻ പുറമക്ക് നല്ല വാസന, അടുത്തുള്ളവർക്ക് സുഖത്വം. നമ്മൾ നോക്കിയാണ് ഓതന്നെയാണ് ഈമാൻ. ഓൻ്റെ അത്ര ഈമാനും തഖ്വയുള്ള വേറൊരു മനുഷ്യൻ ഉണ്ടാവില്ല. പുറമെന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെ, കാരണം അത്രയും നല്ല വാസനയാണ്. പക്ഷെ വായ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കഴിക്കും. അടുത്ത മനസ്സിലാവും ഇത് അങ്ങനെ നല്ലത് വേറൊരു ജാതി സാധനമാണ്. അത് അടുത്ത് കഴിഞ്ഞാൽ വളരെ കയ്പ് അനുഭവപ്പെടും, വായിൽ വെച്ച കയ്പ് അനുഭവപ്പെടുന്നതാ. മസലുൽ മുനാഫിഖിൻ ലദീ ലാ യഖ്റഉൽ ഖുർആന കമസലി ഹംഗല. ഒരുത്തൻ കപടനുമാണ്, ഖുർആൻ ഓതൂല. ഓരോ എന്താ ഹംഗല പോലെ, ആട്ടങ്ങ പോലെയാണ്. അതിന് പ്രത്യേകിച്ച് മണം ഉണ്ടാവില്ല. ലാ റീഹലഹ, പ്രത്യേകിച്ച് ഒരു മണം ഉണ്ടാവില്ല. വായു വെച്ചാൽ കയ്പുമായിരിക്കും. അതാണ് മുനാഫിഖിന്റെ ലക്ഷണം, ഖുർആൻ ഓതാത്ത. അപ്പൊ നാം ഇവിടെ എല്ലായ്പ്പോഴും ആവേണ്ടത് ഉദ്വജ പോലെയാണ്. അത് മധുര നാരങ്ങ പോലെ ബാക്കിയുള്ളവർക്ക് മധുരം പകരാനും
നമ്മുടെ അടുത്തുള്ളവർക്ക് രീഹ് പകരാനും സുഗന്ധം പകരാനും നമ്മുടെ അരികിലുള്ളവർക്ക് നല്ല മധുരം പകരുന്ന ഒരു വിശ്വാസികളായി മാറുക. ഇതിനാണ് ഖുർആനിന്റെ മാസമായി തന്നെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം റമദാനിൽ പവിത്രം നൽകുന്നത്. ഈ ഖുർആനിന്റെ മഹത്വം കൊണ്ടാണ്. അതുകൊണ്ട് ഈ റമദാനിൽ എല്ലാ ആളുകൾക്കും നമ്മളിൽ നിന്ന് കിട്ടുന്നത് മധുരമാണ്. നമ്മുടെ അരികിലുള്ളവർക്കൊക്കെ നമ്മളിൽ നിന്ന് സുഗന്ധം നൽകണം. എന്തിന്റെ സുഗന്ധം? ഈ ഖുർആനിന്റെ സുഗന്ധം, പാരായണങ്ങളുടെ സുഗന്ധം നൽകണം. അതല്ലേ ഖുർആൻ പറയുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ നമുക്ക് രണ്ട് രൂപ. ഒന്ന്, നമുക്ക് ഖുർആൻ നമുക്ക് സാക്ഷിയാവും, നമുക്ക് എതിരെ സാക്ഷിയാവും. ഒന്ന് നമുക്ക് സാക്ഷിയാവും, നമുക്ക് എതിരെ സാക്ഷിയാവും. അപ്പൊ ഖുർആൻ ഓതുന്നവർ രണ്ട് പ്രതിഫലം അവർക്ക് തന്നെ. മലക്കുകളുടെ സ്പീഡിൽ ഓതുന്ന ആളുകളുണ്ട്, കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അവർക്ക് അജ്റാണ്, ഒരു പ്രതിഫലമുണ്ട്. ഖുർആൻ ഓതാൻ അറിയില്ല, അവർ ശ്രമിക്കുന്നു ഓതാൻ, തപ്പിപ്പിടിച്ച് മെല്ലെ 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 ഓതുന്നു, അജ്റാനി, അവന് രണ്ട് പ്രതിഫലമുണ്ടെന്നാണ്. നാം ആലോചിക്കേണ്ട വിഷയം, ഖുർആൻ നമുക്ക് എന്താണ്? ഖുർആൻ നമുക്ക് സാക്ഷിയാണോ? ഈ ഖുർആൻ നമുക്ക് എതിരെ സാക്ഷിയാണോ? അള്ളാഹു പറയുന്നത് ആരോഗ്യം നൽകിയില്ലേ, സമ്പത്ത് നൽകിയില്ലേ, മക്കളെ നൽകിയില്ലേ, ഐശ്വര്യം നൽകിയില്ലേ, ശ്വസിക്കാനുള്ള സംവിധാനം നൽകിയില്ലേ? എന്ത് സുഖസൗകര്യത്തിനാണ് ഖുർആൻ നിങ്ങൾക്ക് നൽകിയത്? നിങ്ങൾ എന്റെ ഗ്രന്ഥം ഒന്ന് പാരായണം ചെയ്യ്, എന്റെ ഖുർആൻ ഒന്ന് വായിക്ക്, എന്റെ കലാം ഒന്ന് വായിക്ക്. സമയമില്ല റബ്ബേ എന്ന് മുട്ടും ഞാൻ റബ്ബിനോട് പറയാൻ സാധിക്കുമോ? നാട്ടുകാരോട് പറയാം, മഹിള ഖത്തീബിനോട് പറയാം, ഖാദിയോട് പറയാം, ഉമ്മയോട് പറയാം, മക്കളോട് പറയാം, വാപ്പയോട് പറയാം, ഉമ്മയോട് പറയാം. അള്ളാഹ് എല്ലാ സംവിധാനവും നൽകി, ശ്വാസം വലിക്കാനുള്ള എല്ലാ സംവിധാനവും നൽകി. രണ്ടാമത്തെ മൂന്നാമത്തെ വയസ്സിലാണ് നമുക്ക് മൂത്രയ്ക്കുള്ള സംവിധാനം നൽകിയത്. ഈ മൂത്രയ്ക്കാൻ മുട്ടുന്ന സമയത്ത് ആമാശയത്തിലെ കൃത്യമായി മൂത്രസഞ്ചിയിലേക്ക് മൂത്രം ആ സഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ, മൂത്രസഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വയസ്സ് മുതൽ സിഗ്നൽ നൽകും തലച്ചോറിലേക്ക് മൂത്രയ്ക്കാനായിട്ടുണ്ടോ പോയി മൂത്രയിച്ചു പറയുന്നത്. സിഗ്നൽ പോലും മൂന്നാമത്തെ വയസ്സിൽ കിട്ടിയതാ. ആ സംവിധാനം എങ്ങാനും മൂന്നാമത്തെ വയസ്സിൽ അള്ളാഹ് നൽകിയിട്ടില്ലെങ്കിൽ പോണത് അറിയില്ല. നമ്മള് പള്ളിക്ക് വരാൻ പറ്റില്ല, ബാഗ് തൂക്കി നടക്കേണ്ടി വരും. മാറഞ്ചേരിയുടെ സുഹൃത്തുണ്ട് ഷെരീഫ് എന്ന പേര്, വയസ്സ് 35 വയസ്സാ. ഇന്നൊരു യാത്ര പോകുമ്പോൾ ബാഗ് തൂക്കിയിട്ട് പോണത്. ഈ മെസ്സേജ് അള്ളാഹ് 3-ാം വയസ്സിൽ കൊടുത്തിരുന്നു. പിന്നീട് ഒരു ആക്സിഡന്റ് ബാധിച്ചു, ഒരു രോഗം വന്നു, അതിലൂടെ ആ മെസ്സേജ് നഷ്ടപ്പെട്ടു. ഇന്ന് തന്റെ കാഷ്ടവും മൂത്രവും പോകുന്നത് അദ്ദേഹം അറിയുന്നില്ല. ഒരു രോഗമായി വീട്ടിൽ കിടന്നുറങ്ങി, വീട്ടുകാർ കടന്നു വന്ന സമയത്ത് റൂം മുഴുവനും മലം, റൂം മുഴുവനും മൂത്രവുമായി. വളരെ ലജ്ജാപൂർവ്വം അദ്ദേഹത്തിന് നാണിച്ചു നിൽക്കേണ്ട അവസ്ഥ കടന്നു വന്ന ഈ ഒരു 35 വയസ്സിലാണ് ഷെരീഫുണ്ട്. 3-ാമത്തെ വയസ്സിൽ അന്ന് നമുക്ക് നൽകിയ സംവിധാനമുള്ളൂ. മൂത്രയിക്കാം, മൂത്രസഞ്ചാരിക്കുക, പോയി മൂത്രയിക്കുന്നുള്ളത് അത് ചില്ലറ സംഗതിയല്ല. അത്രക്ക സംവിധാനം അന്ന് കാണുമ്പോൾ ചെറുതാണ്. പക്ഷെ അന്ന് ഈ സംവിധാനമൊക്കെ നൽകിയിട്ട് അന്ന് എന്തേ പറയാനുള്ളൂ? നിങ്ങൾ ഖുർആൻ ഒന്ന് വായിക്ക്, എൻ്റെ ഗ്രന്ഥം ഒന്ന് പാരായണം ചെയ്യും. സമയമില്ല റബ്ബേ, ഇത് ന്യായമാണോ? നമുക്ക് റബ്ബിനോട് പറയാൻ പറ്റും, റബ്ബേ സമയമില്ലാത്തത് കൊണ്ടാണ്. സമയം ഈ ആരോഗ്യ ഓട്ടൊക്കെ എല്ലാത്തിനും സംവിധാനം അള്ള നൽകിയിട്ട് അള്ളാന്റെ നമ്മൾ മറുപടി റബ്ബേ എല്ലാത്തിനും സംവിധാനം നൽകി, ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിന്റെ കലാം പാരാൻ എനിക്ക് നേരം ഉണ്ടായില്ല. ഇത് ന്യായമാണോ? ആലോചിച്ച് നോക്കേണ്ട വിഷയമല്ലേ. അതാണ് പറഞ്ഞത് ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഒന്നല്ലെങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സാക്ഷിയാണ്. നാളെ ഖുർആൻ വന്ന് നമ്മൾ തേടിപ്പിടിക്കണം. അപ്പൊ നിന്റെ കലാമ് കൃത്യമായി പാരായണം ചെയ്ത സമയം കണ്ടെത്തിയവനാണ്, ഞാൻ അവന് സാക്ഷിയാണെന്ന് നമ്മൾ ഖുർആൻ നമുക്ക് സാക്ഷിയായി വരണം, അല്ലെങ്കിൽ നമുക്കെതിരെ സാക്ഷിയായി വരുമെന്ന. അതുകൊണ്ട് ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഈ 11 മാസം നമ്മൾ കഥ പറഞ്ഞ് തീർത്തു, രാഷ്ട്രീയം പറഞ്ഞ് തീർത്തു, പല കാര്യങ്ങൾക്കും വേണ്ടി സമയം മാറ്റിവെച്ചു. 11 മാസം മാറ്റിവെച്ച് ഒരൊറ്റ മാസം തീരുമാനിച്ചൂടെ, എടുത്തൂടെ? ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാറ്റിവെക്കും. ഈ ഒരു മാസം റബ്ബിന്റെ ഗ്രന്ഥം ഒന്ന് പാരായണം ചെയ്യാൻ, പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായിട്ടില്ലെങ്കിൽ ഖുർആൻ ഹുജ്ജത്തുൻ നമുക്കെതിരെ സാക്ഷിയായി കടന്നു വരുന്നത് ഗൗരവപൂർവ്വം ഓർക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നീടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇവിടെ അരമണിക്കൂറാണോ ഇനി കിട്ടണോ? ഒരു 40 ആകുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റുള്ളിൽ അവസാനിപ്പിക്കും. മൂന്നാമത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ പറയുന്നത് ഖുൽ ഇബാദിയ അല്ലദീന അസ്റഫു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ പറയുന്നത്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയം ചേർത്ത് വെക്കുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ 3 കാര്യങ്ങളുടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവസാനമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. ഉത്തരം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉചിതമുണ്ട്. മാത്രമല്ല സൂറത്ത് ഫുർഖാൻ അവസാനിപ്പിക്കുന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്?
അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹുവിനെ കണ്ടറിഞ്ഞ് ചെയ്തൂടെ. എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് അള്ളാഹുവിനെ അറിയാലോ, അതങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്താൽ അങ്ങനെയല്ല. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ അടിമ, എന്നെ ഓർക്കുന്നു, എന്നെ ചിന്തിക്കുന്നു, എന്നെ കുറിച്ച് ചിന്താകുലനായി അദ്ദേഹം നടക്കുന്നു. അവിടെയാണ് പ്രാധാന്യം. നാം അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങേണ്ട ചില സംഗതികളുണ്ട്. നിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു നിങ്ങളെ പരിഗണിക്കുക? നിങ്ങൾ ഒരാളും പ്രാർത്ഥിക്കാത്തവരാ, അള്ളാഹു നിങ്ങളെ പരിഗണിക്കണമെന്നോ? അതെങ്ങനെ സാധ്യമാകും? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ, അള്ളാഹുവിനോട് ചോദിക്കാതെ നിങ്ങൾ അള്ളാഹുവിനെ പരിഗണിക്കണമെന്നോ? അത് നടക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുമെന്ന ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. എങ്ങനെയും പ്രാർത്ഥിക്കാം. നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൈ താത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഓടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥന ഉണ്ടായ മദീന. കൈ ഉയർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൈ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കക്ഷം കാണുമാറ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കണവരും പ്രാർത്ഥിക്കാം, കൈ ഉയർത്താതെയും പ്രാർത്ഥിക്കാം, കെടുക്കുകയാണോ പ്രാർത്ഥിക്കാം, യാത്രയിലാണോ പ്രാർത്ഥിക്കാം, നടക്കുകയാണോ പ്രാർത്ഥിക്കാം, എവിടെയാണോ, അടക്കളയിലാണോ പ്രാർത്ഥിക്കാം, പണിയെടുക്കാനോ പ്രാർത്ഥിക്കാം. ഏത് സമയത്ത് സുന്ദരമായി ചെയ്യാൻ സാധിക്കുന്ന സംഗതിയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉണ്ടാവുമ്പോൾ നാം റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ റബ്ബന അല്ലാഹുമ്മ എനിക്ക് നൽകണേ. നമ്മുടെ ആവശ്യം നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ആ ചോദ്യം അടക്കം റബ്ബേ റബ്ബേ അല്ലാഹ് ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അപ്പൊ അള്ളാഹു നമ്മളെ പരിഗണിക്കും. അവിടെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ പരിഗണിക്കാനുള്ള ചോദ്യം. അതുകൊണ്ട് ഫർദ് നമസ്കാരത്തിന് ഒതുക്കാതെ പ്രാർത്ഥനയിൽ കൃത്യമായ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുക. ആ സംവിധാനം ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ സൂചിപ്പിച്ചു വന്ന ഇന്നത്തെ വിഷയത്തിൽ 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. ഒന്ന്, ഖുർആൻ 3 കാര്യമാണ് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒന്ന്, ലഅല്ലക്കും തത്തഖൂൻ. രണ്ടാമത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മൂന്നാമത്തെ പ്രാർത്ഥനയുടെ വിഷയവും. അപ്പൊ ഈ 3 വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-4 കാര്യങ്ങൾ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ക്ലാസ്സുകളിലോ രാത്രിയുടെ ക്ലാസ്സുകളിലോ നമുക്കത് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ